ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ മത്സരമായ നമ്മുടെ GT വേഴ്സസ് ഡൽഹി തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. അതുപോലെ തന്നെ ഒരുപാട് ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും. അതുപോലെ തന്നെ ഇന്ന് നന്നായി കളിക്കാൻ ചാൻസ് ഉള്ള പ്ലെയേഴ്സ് ആരൊക്കെയെന്ന് നിങ്ങൾക്ക് ഡൗട്ട്സ് ഇല്ല. അതുപോലെ തന്നെ ക്യാപ്റ്റൻ BC ആരൊക്കെ കൊടുക്കാമെന്ന് ഡൗട്ട്സ് ഇല്ല. ഇതെല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. അതുപോലെ തന്നെ നമ്മുടെ ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുള്ളത്. സോ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറാൻ ശ്രമിക്കുക. നമ്മളിവിടെ ചില മത്സരങ്ങളുടെ ടീമും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ മസ്റ്റായിട്ട് കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ടീംസൊക്കെ അത്യാവശ്യം അടിപൊളി ടീമാട്ടോ. എന്നാൽ ലാസ്റ്റ് ഇട്ട മാച്ചിൽ ഒരു ഡ്രീം ടീം പ്ലെയർ ഒഴികെ ബാക്കി എല്ലാം നമ്മുടെ ടീമിലുണ്ടായിരുന്നു. അത്യാവശ്യം എല്ലാ കോൺടെസ്റ്റും നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് പറ്റിയായിരുന്നു. എന്തായാലും നമ്മുടെ ഗ്രൂപ്പിലോട്ട് കയറി ജോയിൻ ചെയ്യുക. കാരണം ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെയാണ് ഷെയർ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ മാച്ചിൻ്റെ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് മാച്ച് നമ്പർ 35 ആണ്. അതുപോലെ തന്നെ മത്സരം നടക്കുന്നത് 19-ാം തീയതി കൃത്യം 3:30. ഇന്നേ ദിവസം 2 മത്സരങ്ങളാണ് നടക്കുന്നത്. നമ്മുടെ GTയുടെ ഹോം ഗ്രൗണ്ടായ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ്. അഹമ്മദാബാദിലുള്ള നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ഈ ഒരു പിച്ചിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. ഇതൊരു ബാറ്റിംഗ് ഫ്രണ്ട്ലി സർഫസ് ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് സ്കോറായിട്ട് 172 റൺസാണ് നമുക്കിവിടെ കണക്കാക്കപ്പെടുന്നത്. ദെൻ അതുപോലെ തന്നെ ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്നത് കൊണ്ട് കുറച്ചുകൂടെ നല്ല അഡ്വാൻറ്റേജ് ഉണ്ട്. കൂടുതലും ചേസ് ചെയ്യുന്ന ടീമാണ് ഇവിടെ വിൻ ചെയ്യാറുള്ളത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ സ്പിന്നേഴ്സിന് ഇവിടെ നല്ല രീതിക്ക് അഡ്വാൻറ്റേജ് കിട്ടാറുണ്ട് സെക്കൻഡ് ഇന്നിങ്സിൽ. അതുപോലെ തന്നെ ബാലൻസ്ഡ് പിച്ചാണ്. ഓവറോൾ ക്രിക്കറ്റിന് ബാറ്റിംഗ് പ്ലസ് ബൗളിങ്ങിന് ഓഫർ ചെയ്യുന്ന ഒരു ഗ്രൗണ്ട് കൂടെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ടിൻ്റെ സ്റ്റാറ്റ്സ് നോക്കുന്ന സമയത്ത് ടോട്ടലി ഇവിടെ 39 മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്തത് 17 പ്രാവശ്യവും സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്തത് 20 പ്രാവശ്യമാണ്. ഇതിൽ ആവറേജ് സ്കോറായിട്ട് കണക്കാക്കപ്പെടുന്നത് 170 റൺസാണ് ആവറേജ് സ്കോറായിട്ട് കണക്കാക്കുന്നത്. സ്കോറിംഗ് പാറ്റേൺസ് നോക്കുന്ന സമയത്ത് ഏകദേശം 150 റൺസിന് മുകളിൽ ഏകദേശം 8 മത്സരങ്ങൾ, 150 to 169, 170 ആ ഒരു റേഞ്ചിൽ ഏകദേശം 9 മത്സരങ്ങളും, അതുപോലെ തന്നെ 170 to 189 9 മത്സരങ്ങളുമാണ് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ 190 മുകളിൽ 12 മത്സരങ്ങളും പോയിട്ടത്. ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി സർഫസ് തന്നെയാണ്. ദെൻ ബോളിംഗ് സ്റ്റാറ്റ്സ് നോക്കുന്ന സമയത്ത് ഓവറോൾ ഇവിടെ കൂടുതൽ വിക്കറ്റ്സ് കിട്ടിയിരിക്കുന്നത് ഫാസ്റ്റ് ബൗളേഴ്സിനാണ്. ഏകദേശം 211 വിക്കറ്റ് ഫാസ്റ്റ് ബൗളേഴ്സിന്, സ്പിന്നേഴ്സിന് 104 വിക്കറ്റ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇവിടെ നടന്ന 39 മത്സരത്തിൻ്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ കേട്ടോ ഇത്. അതുപോലെ തന്നെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇരു ടീമുകളിലെയും മെയിനായിട്ട് കളിക്കാൻ പോകുന്ന എല്ലാ പ്ലെയേഴ്സിൻ്റെ സ്റ്റാറ്റ്സും അതുപോലെ തന്നെ അവരുടെ ആവറേജ് സ്കോർ, അതുപോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണിത്. സോ ഈ ഭാഗം മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതിന് മുന്നേ നിങ്ങൾക്ക് കുറച്ച് ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തി തരാണ്ട്. ആദ്യം തന്നെ പറയുന്നത് കുബേര ഫാൻറ്റസി പറഞ്ഞൊരു ആപ്പിനെ പറ്റിയാണ്. ഈ ആപ്പിൽ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നോർമൽ ഡ്രീമിലോം പോലെ തന്നെ ഇവിടെ നമുക്ക് കളിക്കാൻ പറ്റുന്ന കോൺടെസ്റ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പ്ലെയറിനെ ചൂസ് ചെയ്തിട്ട്, ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ഉണ്ടായാലും ഒരു പ്ലെയറിനെ ചൂസ് ചെയ്തിട്ട് മുന്നോട്ട് പോയി ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന കിടിലൻ ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു 5 പ്ലെയേഴ്സ് ഉണ്ട്. ഇതിൽ ആരാ നന്നായി കളിക്കുക എന്നാണ് നമ്മളിവിടെ പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വിരാട് കോഹ്ലിയാണ് തോന്നി. ഇത് വിരാട് കോഹ്ലിയായിട്ട് മുന്നോട്ട് പോയി. നമ്മുടെ ഓപ്പോണൻറ്റ് ശ്രേയസ് അയ്യറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പിക്ക് ചെയ്ത വിരാട് കോഹ്ലിയാണ് കൂടുതൽ പോയിന്റ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിന്നാവും. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് ക്യാഷ് ചെയ്യാൻ പറ്റുന്ന കിടിലൻ ഓപ്ഷനാണ് നമ്മുടെ ഈ ഒരു കുബേര ഫാൻറ്റസിയിലത്തെ ഈ ഡ്യൂ ഓപ്ഷൻ പറയുന്നത്. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ചോയ്സ് 11 എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യേണ്ട വേറൊരു ആപ്ലിക്കേഷനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ കളിച്ചിട്ട് എനിക്ക് ഇതുവരെ ലോസ് ഉണ്ടായിട്ടില്ല. ഞാൻ ഇന്നലെ കുറേ കോൺടെസ്റ്റ് ജോയിൻ ചെയ്ത് 120 ഇൻവെസ്റ്റ് ചെയ്ത് 165 കിട്ടി, 45 രൂപ പ്രോഫിറ്റ്. എന്നാൽ കൂടെ ഞാൻ കുറേ തോറ്റിട്ടുണ്ട്. പക്ഷേ തോറ്റത് ഇവിടെ എനിക്ക് നഷ്ടമായിട്ട് എനിക്ക് ഇതുവരെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. മിനിമം എനിക്കൊരു പ്രോഫിറ്റ് ഇവിടെ ഷുവറാണ്. എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്താലും ഒരു മിനിമം പ്രോഫിറ്റ് എന്നുള്ളൊരു എമൗണ്ട് എനിക്കിവിടെ എപ്പോഴും കിട്ടാറുണ്ട്. സോ അത് തന്നെയാണ് എനിക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അത്രയും ഇഷ്ടപ്പെടാനുള്ള റീസണും. ദെൻ നിങ്ങൾക്ക് ഡ്രീം 11 പോലെ കളിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ആപ്പാണ് മൈ മാസ്റ്ററിൽ. നല്ല യൂസർ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഡെയിലി 1 lakh rupees ഫ്രീ ഗീവ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവം. ഇപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രീ എന്ന് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതാ നമ്മുടെ ടീം ഒന്ന് പിക്ക് ചെയ്ത് ജോയിൻ ചെയ്തോ. 1 രൂപ കൂടെ കൊടുക്കേണ്ടതാ, ഞാൻ ജോയിൻ ആയി. ഇത്രയേ ഉള്ളൂ. ഇതിൽ ഫസ്റ്റ് പ്രൈസ് 10,000 ഫ്രീ അല്ല 20,000 ഫസ്റ്റ് പ്രൈസ്, പിന്നെ 10,000, പിന്നെ 5,000 അങ്ങനെ വെറുതെ കൊടുക്കുക. ഒരു ആവശ്യമില്ല, വെറുതെ കൊടുക്കുക 0 rupees ജോയിൻ ചെയ്തതിനാ. സോ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. സോ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ XL11 തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട വേറൊരു ആപ്ലിക്കേഷൻ കൂടിയാണ്. റീസെൻ്റായിട്ട് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷനിൽ നടന്ന ഒരു മത്സരം കളിച്ചു. വെറുതെ ലാസ്റ്റ് മിനിറ്റ് ഒരു 2 മിനിറ്റിൽ ഞാൻ ടീം വെറുതെ ആഡ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് 196 രൂപ എൻ്റെ ബാലൻസിൽ ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കളിച്ചു നോക്കി.
അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ടീമായതുകൊണ്ട് എനിക്ക് നല്ല പ്രോഫിറ്റ് കിട്ടി. ഏകദേശം 464 രൂപ പ്രോഫിറ്റ് മാത്രം. ടോട്ടലി ഞാൻ വിൻ ചെയ്തത് 660 രൂപയാണ്, കണ്ടില്ലേ. സോ അങ്ങനെ ഒരു യൂസ്ഫുൾ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ TDS GST ഇല്ലാത്ത ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ഈ എല്ലാ ആപ്ലിക്കേഷൻ. Excel11 ആയാലും Focus11 ആയാലും അതുപോലെ തന്നെ Sportsy ആയാലും Vision11 ആയാലും ഏതിലും TDS ഒന്നുമില്ല. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മസ്റ്റ് ആയിട്ട് തന്നെ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. അപ്പോൾ നമ്മുടെ മത്സരം നടക്കുന്നത് നമ്മുടെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ്. ഗുജറാത്തിൻ്റെ ഹോം ഗ്രൗണ്ട് ആയതുകൊണ്ട് ഗുജറാത്തിന് നല്ല രീതിക്ക് ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ ഷുവർ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ള ഗുജറാത്ത് ടീമിലത്തെ പ്ലേയേഴ്സിനെ പറ്റിയാണ്. ആദ്യം നല്ല ശുഭ്മാൻ ഗില്ലാണ്, റീസൺ നല്ല ഫോമിലാണ്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹത്തിന് 57 റൺസ് ആവറേജ് സ്കോർ ഉണ്ട്. അഗേൻസ്റ്റ് ഡൽഹി ആയിട്ട് അദ്ദേഹം 14 ഇന്നിങ്സ് ഏറ്റുമുട്ടിയിട്ട് 386 റൺസും അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. സായ് സുദർശൻ ആണെങ്കിലും അദ്ദേഹം ലാസ്റ്റ് മത്സരങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രകടനമാണ്, നല്ല രീതിക്ക് ഫോമിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹത്തിന് 58 റൺസ് പെർ മാച്ച് ആവറേജ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗില്ലിന് 57 റൺസ് ആവറേജ് സ്കോറുണ്ട്. രണ്ട് പേർക്ക് നല്ല രീതിയിൽ ആവറേജ് സ്കോറുള്ള പ്ലേയേഴ്സാണ്. അതുപോലെ തന്നെ ജോസ് ബട്ട്ലർ ആണെങ്കിലും ഈ ഒരു വെന്യൂവിൽ 6 മത്സരം കളിച്ച് 274 റൺസും 54 റൺസ് പെർ മാച്ച് ആവറേജും ഉണ്ട്. റീസെൻറ്റ് കുറച്ച് ഫോം ഔട്ടാണ്, പക്ഷെ എന്നാൽ കൂടെ ഈ ഒരു ഗ്രൗണ്ടിൽ നല്ല ആവറേജ് ഉണ്ട്. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് DC ആയിട്ടും 13 മത്സരം കളിച്ചിട്ട് 413 റൺസ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. വാഷിംഗ്ടൺ സുന്ദറാണ് അടുത്തായിട്ട്. ലാസ്റ്റ് മത്സരം 2 റൺസും 1 വിക്കറ്റ്. അതിന് മുന്നത്തെ മത്സരം 49 റൺസൊക്കെ എടുത്തൊരു പ്ലെയറാണ്. ഈ ഒരു ഗ്രൗണ്ടിൽ 6 റൺസ് മാത്രമേ എടുത്തുള്ളൂ. 2 ഇന്നിങ്സേ ഇവിടെ കളിച്ചിട്ടുള്ളൂ. അഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് 8 വിക്കറ്റ്സും 53 റൺസും സ്കോർ ചെയ്തിട്ടുണ്ട് 8 ഇന്നിങ്സിൽ. അതുപോലെ തന്നെ റൂദർഫോർഡ് ആണെങ്കിൽ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ റീസെൻ്റ് ആയിട്ട് കുഴപ്പമില്ലാത്ത എല്ലാ മാച്ചും ഒരു 20-25 റൺസ് എടുക്കുന്ന ഒരു പ്ലെയറാണ്. ഈ ഒരു ഗ്രൗണ്ടിൽ 3 മത്സരം കളിച്ച് 71 റൺസാണ് നേടിയിട്ടുള്ളത്. ഷാറൂഖ് ഖാൻ അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് റീസെൻറ്റ് കുഴപ്പമില്ലാത്ത ഫോമിലാണ്. 9 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 128 റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളത്. അഗേൻസ്റ്റ് ഡൽഹി ആയിട്ട് 7 ഇന്നിങ്സ് കളിച്ച് 47 റൺസ് മാത്രമേ എടുത്തുള്ളൂ. ആവറേജ് ഭയങ്കര ലോ ആണ്. രാഹുൽ തിവാട്ടിയ അദ്ദേഹമാണെങ്കിൽ ഈ ഒരു ഗ്രൗണ്ടിൽ 11 ഇന്നിങ്സ് കളിച്ച് 144 റൺസ് 1 വിക്കറ്റും മാത്രമേ നേടിയിട്ടുള്ളൂ. അഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് 2 മത്സരം കളിച്ച് 8 ഇന്നിങ്സ് കളിച്ച് 2 വിക്കറ്റ് 128 റൺസുമാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. റാഷിദ് ഖാനെ പറ്റി പറയുന്ന സമയത്ത് ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹം 19 ഇന്നിങ്സ് കളിച്ച് 74 റൺസും 22 വിക്കറ്റുമാണ് നേടിയിട്ടുള്ളത്. സായ് കിഷോർ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ 6 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 10 വിക്കറ്റ് നേടിയ ഒരു പ്ലെയറാണ് കേട്ടോ. മുഹമ്മദ് സിരാജ് ആണെങ്കിലും 6 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 7 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് അദ്ദേഹം 53 ഇന്നിങ്സ് കളിച്ചിട്ട് 17 വിക്കറ്റ്സാണ് നേടിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ പ്രസിദ്ധ് കൃഷ്ണ അദ്ദേഹത്തെ പറ്റി പറയുന്നത് 53 ഇന്നിങ്സ് ഐ തിങ്ക് 13 ഇന്നിങ്സ് കളിച്ചിട്ട് അദ്ദേഹം 17 വിക്കറ്റ് നേടിയിട്ടുണ്ട്. പ്രസിദ്ധ് കൃഷ്ണയാണെങ്കിലും അദ്ദേഹം റീസൺ നല്ല ഫോമിൽ നിൽക്കുന്ന ഒരു പ്ലെയറാണ്. ഈ ഒരു ഗ്രൗണ്ടിൽ 7 മത്സരം കളിച്ച് 12 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് 6 ഇന്നിങ്സ് കളിച്ച് 4 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അതിൽ 3 വിക്കറ്റ് ബെസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ അർഷാദ് ഖാൻ ആണെങ്കിൽ അദ്ദേഹം റീസെൻറ്റ് കുഴപ്പമില്ലാതെ ലാസ്റ്റത്തെ മുന്നത്തെ 2 മത്സരം ഒരു വിക്കറ്റ് വീതം നേടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗ്രൗണ്ടിൽ 1 മത്സരം കളിച്ച് 1 വിക്കറ്റ് മാത്രമേ എടുത്തുള്ളൂ. എഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് 3 മത്സരം കളിച്ച് 1 വിക്കറ്റ് 78 റൺസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഓൾറൗണ്ടറാണ് പുള്ളിക്കാരൻ. അതുപോലെ തന്നെ അടുത്തായിട്ട് പറയുന്നത് നമ്മുടെ ഡൽഹിത്തെ പ്ലേയേഴ്സിനെ പറ്റിയാണ്. ഡൽഹിത്തെ പ്ലേയേഴ്സിനെ ആദ്യം നോക്കുമ്പോൾ ഫാഫ് ഡുപ്ലിസി അല്ലെങ്കിൽ ജെയ്ക്ക് ഫ്രാൻസർ 2 പേരിൽ ഒരാളായിരിക്കും. റീസെൻറ്റ് ഫാഫ് ഡുപ്ലിസി കുഴപ്പമില്ലാത്തൊരു ഫോമിലാണ്. ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹത്തിന് 67 റൺസ് എടുത്തിട്ടുണ്ട് 4 ഇന്നിങ്സിൽ കൂടെ. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് GT ആയിട്ട് നല്ല റെക്കോർഡുള്ള ഒരു പ്ലെയറാണ് നമ്മുടെ ഫാഫ് ഡുപ്ലിസി. അതുപോലെ തന്നെ നമ്മുടെ ഫ്രൈസർ പുള്ളിക്കാരൻ ഭയങ്കര ഫോം ഔട്ടാണ്. ഈ ഒരു വെന്യൂവിൽ 20 റൺസ് എടുത്തുള്ളൂ. അഗേൻസ്റ്റ് GT ആയിട്ട് വലിയ റെക്കോർഡ്സ് ഒന്നുമില്ല. 2 മത്സരങ്ങളിൽ 43 റൺസ് എടുത്തുള്ളൂ. അഭിഷേക് പവറിലാണ് അടുത്തായിട്ട്. റീസെൻറ്റ് മത്സരങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്ന ഒരു പ്ലെയറാണ്. അദ്ദേഹം ഈ ഒരു ഗ്രൗണ്ടിൽ 15 റൺസ് എടുത്തുള്ളൂ. അഗേൻസ്റ്റ് GT ആയിട്ട് 2 മത്സരം കളിച്ച് 35 റൺസ് എടുത്തിട്ടുണ്ട്. കരുൺ നായർ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മത്സരം 89 റൺസ് എടുത്ത് നമ്മുടെ ഡൽഹിയിൽ നിന്ന് വിറപ്പിച്ച പ്ലെയറാണ്. 7 മത്സരം ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 165 റൺസേ നേടിയിട്ടുള്ളൂ അദ്ദേഹം. അതുപോലെ തന്നെ KL രാഹുൽ ആണെങ്കിൽ റീസെൻറ്റ് നല്ല ഫോമിൽ തന്നെയാണ് അദ്ദേഹത്തിന് ഈ ഒരു ഗ്രൗണ്ടിൽ 3 മത്സരം കളിച്ച് 128 റൺസ് എടുത്തിട്ട് പെർ മാച്ച് 64 റൺസ് അദ്ദേഹത്തിൻ്റെ ആവറേജ് സ്കോർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ GTക്ക് അഗേൻസ്റ്റ് ആയിട്ട് 4 ഇന്നിങ്സ് കളിച്ചിട്ട് 109 റൺസും അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. അക്തർ പട്ടേലാണെങ്കിൽ ഒരു കിഡിലൻ ഓൾറൗണ്ടറാണ്. എല്ലാ മത്സരങ്ങളും ഓരോ വിക്കറ്റും അത്യാവശ്യം നല്ല ബാറ്റിങ്ങിൽ റൺസ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഗ്രൗണ്ടിൽ 6 ഇന്നിങ്സ് കളിച്ച് 7 വിക്കറ്റ് 39 റൺസാണ് നേടിയിട്ടുള്ളത്. അഗെയിൻസ്റ്റ് GT ആയിട്ട് അദ്ദേഹം 2 വിക്കറ്റ് 137 റൺസും എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ട്രിസ്റ്റൻ സ്റ്റബ്സ് ആണെങ്കിലും റീസെൻ്റ് ആയിട്ട് കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ 1 മത്സരവും 2 വിക്കറ്റും ഇവിടെ നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് GT ആയിട്ട് നോക്കുമ്പോൾ 2 വിക്കറ്റും 26 റൺസും ആണ് 2 ഇന്നിങ്സിലൂടെ നേടിയിരിക്കുന്നത്. അശുതോഷ് ശർമ്മ അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത്
ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹം 31 റൺസ് എടുത്തിട്ടുണ്ട് ഒരു മത്സരം കളിച്ച്. അഗെയിൻസ്റ്റ് GT ആയിട്ട് 2 ഇന്നിങ്സ് കളിച്ച് 34 റൺസ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിവ്രാജ് നിഗം ഒരു കീ പ്ലെയറാണ് ഇന്നത്തെ മാച്ചിൽ. നോക്കി വെച്ചോ, അദ്ദേഹം ഈ ഒരു ഗ്രൗണ്ടിലെ കാര്യങ്ങളോ വലിയ റെക്കോർഡ്സ് ഇല്ല, പക്ഷേ എന്തായാലും 2-1 വിക്കറ്റ് ഷുവറാണ്. അതുപോലെ തന്നെ മിച്ചൽ സ്റ്റാർക്ക്, അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ റീസെൻറ്റ് നല്ലൊരു ഫോമിലിരിക്കുന്ന ഒരു പ്ലെയറാണ്. ഈ ഒരു ഗ്രൗണ്ടിൽ 2 മത്സരം കളിച്ച് 6 വിക്കറ്റ് നേടിയിട്ടുണ്ട്. കുൽദീപ് യാദവ് ആണെങ്കിലും റീസെൻറ്റ് അത്യാവശ്യം നല്ല ഫോമിൽ തന്നെയാണ്. ഈ ഒരു ഗ്രൗണ്ടിൽ 2 ഇന്നിങ്സ് കളിച്ച് 1 വിക്കറ്റ് നേടിയിട്ടുള്ള. അഗെയിൻസ്റ്റ് GT ആയിട്ട് 5 ഇന്നിങ്സ് കളിച്ച് 4 വിക്കറ്റ് നേടിയിട്ടുണ്ട്. മോഹിത് ശർമ്മ ഈ ഒരു ഗ്രൗണ്ടിൽ 13 ഇന്നിങ്സ് കളിച്ച് 29 വിക്കറ്റ് നേടിയ ഒരു പ്ലെയറാണ്. അതുപോലെ തന്നെ നമ്മുടെ മുകേഷ് കുമാർ ഒരു മത്സരം കളിച്ച് 3 വിക്കറ്റാണ് ഈ ഗ്രൗണ്ടിൽ നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് GT ആയിട്ട് 3 മത്സരം കളിച്ച് 4 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ഹെഡ് ടു ഹെഡ് ഇതുവരെ GT നമ്മുടെ ഡൽഹിയും തമ്മിൽ 5 പ്രാവശ്യമാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത്. GT 2 പ്രാവശ്യം, ഡൽഹി 3 പ്രാവശ്യമാണ് വിൻ ചെയ്തത്. ഇപ്പോൾ ഡൽഹി ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മുടെ മോഹിത് ശർമ്മയൊക്കെ നമ്മുടെ GTയിലായിരുന്നു പണ്ട്. അപ്പോൾ GT കളിച്ചിട്ട് ആ ഗ്രൗണ്ടിനെ പറ്റി നല്ലൊരു ധാരണയുള്ള ഒരു പ്ലെയറാണ് നമ്മുടെ മോഹിത് ശർമ്മ. സോ അദ്ദേഹത്തെ എന്തായാലും നമ്മുടെ ടീമിലോട്ടൊരു വെറൈറ്റി പിക്കായിട്ട് കൊണ്ടുവരുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. സോ അദ്ദേഹത്തെ കൊണ്ടുവരിക. സോ നമുക്ക് നമ്മുടെ ടീം ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കുബേരയിൽ വന്നിട്ടില്ല. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മൈ മാസ്റ്റർ അല്ല നമ്മുടെ ടീം ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ മാച്ചായ GT വേഴ്സസ് ഡൽഹി തമ്മിലുള്ള മത്സരത്തിൻ്റെ ഒരു പ്രിവ്യൂ ടീമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നമ്മുടെ KL രാഹുലിനെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജോസ് ബട്ട്ലറും അഭിഷേക് പോറലിനെ ഇപ്പം ഞാൻ എടുക്കുന്നില്ല, വേണ്ട നമുക്ക് ഇന്നത്തെ ദിവസം. അതുപോലെ തന്നെ ശുഭ്മാൻ ഗില്ലും സായി സുദർശൻ 2 പേരും കുഴപ്പമില്ലാതെ നല്ല റൺസ് എടുക്കാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയേഴ്സാണ്. അതുപോലെ തന്നെ നമ്മുടെ കരുൺ നായറിനെ പിടിച്ചോ, റൺസ് എടുക്കും. അതുപോലെ തന്നെ അസ്തർ പട്ടേൽ, വിവ്രാജ് നിഗം 2 പേരെ എടുത്തു കേട്ടോ. അതുപോലെ തന്നെ ബൗളിങ്ങിൽ വരുന്ന സമയത്ത് മസ്റ്റായിട്ട് പോയിട്ട് പ്രസിക് കൃഷ്ണയെ പിക്ക് ചെയ്യുക. ഓക്കെ, അത് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ മോഹിത് ശർമ്മേനെയും പിക്ക് ചെയ്യുക. ഇതിനതുപോലെ തന്നെ ടോപ്പ് ഓർഡറിന് ഒരാളെ, ഒരു സിരാജോ അല്ലെങ്കിൽ സിരാജിനെ നമുക്ക് എന്തായാലും എടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ GTയിൽ ഓൾറെഡി അത്യാവശ്യം നല്ല ബൗളേഴ്സ് ആയിട്ടുണ്ട്. നമ്മൾ ഡൽഹിയിൽ നിന്ന് ഒരു സ്പിന്നറിനെ കൂടെ എടുക്കാം. ഓക്കെ, GTയിൽ ഒരു ബോളർ കൂടെ വേണമായിരുന്നു. ഓക്കെ, ഡൽഹിയിൽ മാറ്റിയിട്ട് നമുക്ക് സിരാജിനെ തന്നെ എടുക്കാം. ഓക്കെ, നമ്മുടെ ടീം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇതിൽ ക്യാപ്റ്റൻ VC ആയിരിക്കും എല്ലാവർക്കും ടഫായിട്ട്. ഞാൻ രാഹുലിനെയാണ് പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി. കാരണം രാഹുൽ നല്ല രീതിയിൽ പോയിന്റ്സ് എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്, നല്ല റൺസ് സ്കോർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. വൈസ് ക്യാപ്റ്റൻ അസ്തർ പട്ടേലിനെ കൊടുത്തു, കാരണം ഗുഡ് പിക്കായിരിക്കും. നമ്മുടെ ടീമൊന്ന് ജസ്റ്റ് നോക്കാം. KL രാഹുൽ, അതുപോലെ തന്നെ ജോസ് ബട്ട്ലർ, അതുപോലെ കരുൺ നായർ, നമ്മുടെ ശുഭ്മാൻ ഗില്ല്, സായി സുദർശൻ, അസ്തർ പട്ടേൽ, വിവ്രാജ് നിഗം, നമ്മുടെ മിച്ചൽ സ്റ്റാർക്ക്, മോഹിത് ശർമ്മ, മുഹമ്മദ് സിറാജ്, പ്രസിക് കൃഷ്ണ, ഇത്രയും പേരാണ് നമ്മുടെ ടീമിലുള്ള. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ ആണ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് കയറി ജോയിൻ ചെയ്യാത്തതാണ് തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്ത്. ഇവിടെയാണ് നിങ്ങൾക്ക് ടീംസൊക്കെ വേണമെങ്കിൽ ഇവിടെയാണ് ഇടാറുള്ളത്. നമ്മുടെ മെമ്പേഴ്സ് ഗ്രൂപ്പും ഉണ്ട്. മെമ്പേഴ്സ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ.